നമസ്കാരം. ഹണി റോസിന്റെ പരാതിയെ തുടർന്ന് ജയിൽ പുള്ളിയായി എത്തിയ ബോബി ചെമ്മണ്ണൂരിന് ഇത് ആഗ്രഹ സാഫല്യം കൂടിയാണ്. മുമ്പൊരിക്കൽ ജയിൽ ജീവിതം എങ്ങനെ ആകുമെന്നറിയാനായി പോലീസിനെ സമീപിച്ചിരുന്നു. എന്നാൽ അന്നത് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ബോച്ചയുടെ ആഗ്രഹം സാധിച്ചെടുത്തിരിക്കുകയാണ്. അതിന് കാരണമായതോ നടി ഹണി റോസും അവരുടെ പരാതിയുമാണ്. ആഗ്രഹമായി കേരള പോലീസിനെ സമീപിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല, 15 വർഷം മുമ്പാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ കേരള പോലീസിനെ സമീപിച്ചിരുന്നത്. കുറ്റം ചെയ്യാത്തവർക്ക് ജയിലിൽ കഴിയാനാകില്ലെന്ന് പറഞ്ഞ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ തിരിച്ചയച്ചിരുന്നു. എന്നാൽ അവിടം വെച്ചും ആഗ്രഹം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ തെലങ്കാനയിൽ ജയിൽ ടൂറിസത്തിന്റെ ഫീൽ ദ ജയിൽ എന്ന പദ്ധതിയിൽ ബോബി ചെമ്മണ്ണൂർ ആ ആഗ്രഹം സഫലമാക്കി. 500 രൂപ ഫീസടച്ച് 24 മണിക്കൂറാണ് അന്ന് ജയിലിൽ കഴിഞ്ഞത്. തടവുകാരുടേതുപോലെ വസ്ത്രം ധരിച്ച് അവിടുത്തെ ജോലിക്കാർ ചെയ്തത് അവർക്ക് നൽകുന്ന ഭക്ഷണം കഴിച്ചും 24 മണിക്കൂറും ചെമ്മണ്ണൂർ ജീവിച്ചത്. ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. സിനിമാ താരം ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ കഴിഞ്ഞ ദിവസം യഥാർത്ഥ തടവ് പുള്ളിയായിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ കാക്കനാടത്തെ ജില്ലാ ജയിലിലെത്തിയത്. ജാമ്യം നിഷേധിച്ച് ഉത്തരവ് കേട്ടയുടൻ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച ബോബിയുടെ ആരോഗ്യനിലയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് ജനറൽ ആശുപത്രി പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് കാക്കനാട്ടെ ജില്ലാ ജയിലിൽ പ്രവേശിപ്പിച്ചത്. അന്ന് അകത്ത് കിടക്കാൻ ആഗ്രഹിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ്. ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് അഭിഭാഷകരുടെ നീക്കം. കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കും. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും കുറ്റബോധമില്ലെന്നുമാണ് ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്നാണ് ബോബിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതും പരിഗണനയിലുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ വീണ്ടും പ്രതികരണവുമായി നടി ഹണി റോസ് എത്തി. ഒരു യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിലല്ല താനെന്നും നിർത്താതെ വേദനിപ്പിച്ചത് കൊണ്ട് നിവർത്തികെട്ടാണ് പ്രതികരിച്ചതെന്നും പറഞ്ഞു. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും സത്യത്തിനും വലിയ ശക്തിയുണ്ടെന്നും ഹണി സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കി. ആരെയും ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ആരുടെയും വേദനയും ഞാൻ ആഹ്ലാദിക്കുകയുമില്ല. ഇനിയും പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള അവസ്ഥകൾ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് വലിയ ശക്തിയുണ്ട്, സത്യത്തിനും അതുണ്ടെന്നും നടി പറയുന്നു.